വെൽക്കം ബാക്ക് ടു മൈ ചാനൽ പൊന്നു അതിരാസ് വേൾഡ്. പൊന്നുവിന്റെ ലോകത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പൊ നമ്മുടെ കർക്കിടക ചികിത്സ സീരീസ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് ഒരു ഹെൽത്തി ലഞ്ചാണ്. ലഞ്ച് എന്ന് പറയുമ്പോഴത്തേക്കും ചോറ് തന്നെയാണ് കേട്ടോ. അപ്പൊ ചോറ് കഴിക്കാത്തവർക്ക് വേണമെന്നുണ്ടെങ്കിൽ ചപ്പാത്തിയുടെ കൂടെയൊക്കെ ഇത് ഉൾക്കൊള്ളിച്ച് കഴിക്കാം. നമ്മൾ ഏറ്റവും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഈ ഒരു സമയത്ത് നമ്മൾ തടിക്കുമെന്നൊന്നും വിചാരിക്കേണ്ട. നമ്മളെ ശരീരം ഏറ്റവും കൂടുതൽ നോക്കേണ്ട ഒരു സമയമാണ് ഇത്. ഇത് കഴിഞ്ഞിട്ട് നമുക്ക് ഡയറ്റൊക്കെ ചെയ്തിട്ടും എക്സസൈസ് ഒക്കെ ചെയ്തിട്ടും ഒക്കെ നമുക്ക് വെയിറ്റ് ഒക്കെ കുറയ്ക്കാം. അപ്പൊ അത് ഓർത്ത് നിങ്ങൾ ഒന്നും കഴിക്കാതെ പട്ടിണി കിടക്കുന്ന ആൾക്കാരുണ്ടെന്നുണ്ടെങ്കിൽ ഈ സമയത്ത് നന്നായിട്ട് ഭക്ഷണം കഴിക്കാൻ ശ്രമിക്കുക. നന്നായിട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ഭക്ഷണം കഴിക്കുക. ഒരുപാട് വാരി കഴിക്കുന്നതിലല്ല, അത് നല്ലത് തിരിച്ചറിഞ്ഞ് കഴിക്കുന്നതിലാണ് കാര്യം. അപ്പം ധാന്യങ്ങൾ നന്നായിട്ട് കഴിക്കാൻ ശ്രമിക്കുക. ചെറുപയറിലൊക്കെ ഒരുപാട് പ്രോട്ടീൻ അടങ്ങിയിട്ടുണ്ട്. അപ്പൊ ചെറുപയർ, വൻപയർ, അതുപോലെ തന്നെ എല്ലാ ധാന്യങ്ങളും മുളപ്പിച്ച് കഴിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ഏറ്റവും നല്ലത് അതാണ് കേട്ടോ. അപ്പൊ അതൊക്കെ ഓരോ ദിവസം നിങ്ങളുടെ ലഞ്ചിന്റെ കൂടെയോ ബ്രേക്ക്ഫാസ്റ്റിന്റെ കൂടെയോ ഒക്കെ നിങ്ങൾക്ക് ഉൾപ്പെടുത്താം. അപ്പൊ ഇന്ന് വളരെ സിമ്പിൾ ആയിട്ട് എല്ലാവർക്കും തന്നെ വീട്ടിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ലഞ്ചാണ് ഞാൻ പരിചയപ്പെടുത്തുന്നത്. പിന്നെ വേറൊരു കാര്യം പറയാൻ മറന്നുപോയി, മാക്സിമം കിട്ടുന്ന ഇലക്കറികൾ നിങ്ങൾ ഉൾപ്പെടുത്തണം കേട്ടോ. ഇപ്പൊ നമുക്ക് കരിച്ചതും പൊരിച്ചതും വറുത്തതും ഒന്നും വേണ്ട, ഫാസ്റ്റ് ഫുഡ് ഒട്ടും വേണ്ട, ഹോട്ടൽ ഫുഡ് എല്ലാം കംപ്ലീറ്റ് നിങ്ങൾ അവോയ്ഡ് ചെയ്തോളൂ. നമ്മുടെ തൊടിയിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ കിട്ടുന്ന എല്ലാ ഇലക്കറികളും മാക്സിമം കഴിച്ചു. ഒരുമാതിരിപ്പെട്ട എല്ലാ പച്ചക്കറികളുടെയും ഇലകൾ നമുക്ക് കഴിക്കാൻ പറ്റിയ ബെസ്റ്റ് സമയമാണിത്. അപ്പൊ കർക്കിടക കഞ്ഞി കുടിക്കണം, അതൊക്കെ നമുക്ക് വലിയ വീഡിയോയിലൂടെ പരിചയപ്പെടാം. അപ്പൊ ഇന്ന് ഞാൻ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ഹെൽത്തി ലഞ്ചാണ് പരിചയപ്പെടുത്തുന്നത്. അപ്പൊ എന്താണെന്ന് നമുക്ക് നോക്കാം. അപ്പൊ ഒരു കാര്യം പറയാൻ മറന്നുപോയി, ഈ ഒരു കർക്കിടക സീരീസ് മൊത്തം ഞാൻ നിങ്ങളോട് പറയുന്നത്, നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യേണ്ട, ലൈക്ക് ചെയ്യേണ്ട, ഡിസ്ലൈക്കും ചെയ്യേണ്ട, ഒന്നും ചെയ്യേണ്ട. മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. ഒട്ടും വൈകിക്കരുത്. വൈകി നമുക്കിത് കിട്ടിയിട്ട് കാര്യമില്ല. അപ്പൊ ഈ സമയത്ത് ചെയ്യേണ്ട കാര്യങ്ങൾ ഈ സമയത്ത് തന്നെ ചെയ്യണം. അപ്പൊ സംസാരിച്ച് ദീർഘിപ്പിച്ച് അതിന്റെ കാര്യം കളയുന്നില്ല, പെട്ടെന്ന് നോക്കാം നമുക്ക് എന്താണ് ഞാൻ ഇന്ന് പ്രിപ്പയർ ചെയ്ത് വെച്ചിരിക്കുന്ന ലഞ്ച് എന്ന്. നമുക്കിനി വേണ്ടത് മുതിര നന്നായി വേവിച്ചെടുക്കണം. തലേ ദിവസം വെള്ളത്തിലിട്ട് ഒന്ന് പുതിർത്തതിന് ശേഷം വേവിച്ചെടുക്കുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് വെന്ത് കിട്ടും കേട്ടോ. ഒരു 4 വിസിലൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ സിമ്മിലിട്ട് വേവിച്ചെടുക്കാറുണ്ട്. ഇനി മുതിര വേവിക്കുമ്പോൾ കുറച്ച് വെള്ളം അധികം വെച്ച് വേവിക്കുക. എന്നതിന് ശേഷം ഈ വേവിച്ച വെള്ളം ഇതുപോലെ ഒരു ഗ്ലാസ്സിനകത്തേക്ക് മാറ്റി വയ്ക്കാം. മഞ്ഞളും ഉപ്പും മുളകും ഇട്ട് വേവിച്ച വെള്ളമാണ്. മുളകൊക്കെ ആവശ്യത്തിന് മതി, ഒരുപാട് മുളകൊന്നും വേണ്ട. ഇനി ഇത് ഒരു പാൻ വെച്ചിട്ട് നമുക്ക് ഇതിലോട്ട് ഒരു വെളിച്ചെണ്ണ ഒഴിച്ച് കടുകിട്ട് വറവിടാൻ പോവാണ്. വറ്റൽ മുളകാണ് ഞാനിവിടെ വറവിടാനായിട്ട് എടുത്തിരിക്കുന്നത്. ചെറിയ ഉള്ളി ഉണ്ടെങ്കിൽ ഇടാം കേട്ടോ. എനിക്ക് ഉള്ളി അത്ര ഇഷ്ടമില്ലാത്തതുകൊണ്ട് ഇട്ടിട്ടില്ല. ഇനി അതിലേക്ക് വേവിച്ച് മുതിര ഞാൻ ഇട്ട് കൊടുക്കുകയാണ്. ഇനി ഇതൊന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇപ്പം നമ്മുടെ ഉപ്പേരി റെഡി ആയിട്ടുണ്ട്. കോഴിക്കോടേക്ക് ഉപ്പേരി എന്നാട്ടോ പറയുന്നത്. ഓക്കെ, ഇനി നമുക്ക് അടിപൊളി സാധനം എന്ന് പറയുന്നത് ഓടച്ചേമ്പിൻ്റെ ഇലയാണ്. നിങ്ങളുടെ വീട്ടിൽ വേറെ ഏതെങ്കിലും ഇലകളും ചീരകളും ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ഉപയോഗിക്കാം. അത് ഇതുപോലെ ചെറുതായിട്ടൊന്ന് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഇപ്പം നമുക്ക് കിട്ടുന്ന ചീര, മത്തൻ്റെ ഇല എല്ലാം ഉപയോഗിക്കാം. ഇവിടെ ഞാൻ അടുത്തതായിട്ട് ഉപയോഗിച്ചിരിക്കുന്നത് കോവയ്ക്കയുടെ ഇലയാണ്. എനിക്ക് കിട്ടിയത് കോവയ്ക്കയാണ്. അപ്പോൾ ചീരയോ മത്തനോ പയറോ ഏതാ കിട്ടണമെന്ന് വെച്ചാൽ അത് എടുത്തോളൂ കേട്ടോ. ഓക്കെ, അപ്പോൾ അതും അരിഞ്ഞ് മാറ്റി വെക്കാം. ഇനി നമുക്ക് കുറച്ച് പച്ചമുളക് ഇട്ട ഒരു പാത്രത്തിലേക്ക് ഒരു മുട്ട ഞാൻ പൊട്ടിച്ച് ഒഴിച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടി ചേർക്കണം എന്നുള്ളത് നിർബന്ധമാണ്. നമ്മുടെ അകത്തോട്ട് മഞ്ഞൾ എത്തണം. നമ്മുടെ രക്തം ശുദ്ധീകരിക്കാനും നമുക്ക് നിറം വയ്ക്കാനും ഒക്കെ ആഗ്രഹിക്കുന്നവർക്ക് നല്ലതാണ് മഞ്ഞൾ എന്ന് പറയുന്നത്. പച്ച മഞ്ഞൾ പൊടിയാണ് ഇട്ടിരിക്കുന്നത്. ഓക്കെ, ഇനി ഒരു പാൻ ചൂടാക്കി ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ച് നമ്മൾ മഞ്ഞളിട്ട ആ കോഴിമുട്ട ഇതിലേക്ക് ഒഴിക്കുകയാണ്. എന്നതിന് ശേഷം നമ്മൾ കോവയ്ക്കയുടെ ഇല അരിഞ്ഞു വെച്ചത് ഇതുപോലെ വെതറി കൊടുക്കുക. വെതറി കൊടുത്തതിന് ശേഷം പകുതി വേവായാൽ മതി. നമുക്കറിയാലോ ഏകദേശം ഒരു വേവ് എന്നൊക്കെ പറയുന്നത് എത്രത്തോളമാണെന്ന്. ഇനി നമുക്കിത് മറിച്ചിടുക. മറിച്ചിട്ട് കുറച്ച് സമയത്തിനുള്ളിൽ തന്നെ ഓംലെറ്റ് റെഡിയായി. ഇനി അടുത്തത് നമുക്ക് ചേമ്പിൻ്റെ ഇല വെച്ച് നമ്മളൊരു ഉപ്പേരി ഉണ്ടാക്കാൻ പോവുകയാണ്. വെളിച്ചെണ്ണ ഇട്ടു, കടുക് ഇട്ടു. ഇനി നമുക്ക് അതിലോട്ട് ചേമ്പിൻ്റെ ഇല അരിഞ്ഞു വെച്ചതിടണം. അതിന് മുന്നേ പച്ചമുളക് ഇടണം കേട്ടോ. പച്ചമുളക് ഞാനിവിടെ കാന്താരിയാണ് എടുത്തിട്ടുള്ളത്. ഇനി ചേമ്പിൻ്റെ ഇല അരിഞ്ഞതിട്ടിട്ടുണ്ട്. ഇനി അതിലേക്ക് ആവശ്യത്തിന് വളരെ കുറച്ച് തേങ്ങ കൂടി ഞാൻ ഇട്ടിട്ടുണ്ട്. തേങ്ങ ചിരവിയത്, ആവശ്യത്തിനുള്ള ഉപ്പും ഇട്ടിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ നമ്മുടെ സൈഡ് ഡിഷുകളെല്ലാം ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ഹെൽത്തി ആയിട്ടുള്ള സംഭവങ്ങളാണ് പറഞ്ഞു തന്ന. എല്ലാവരും ട്രൈ ചെയ്യണം കേട്ടോ. അപ്പോൾ നമുക്കിനി ആവശ്യത്തിന് വളരെ കുറച്ച് ചോറേ ഞാൻ എടുത്തിട്ടുള്ളൂ. അപ്പോൾ നമ്മൾ ഉണ്ടാക്കി വെച്ച എല്ലാ സാധനങ്ങളും ഇവിടെ ഇങ്ങനെ റൗണ്ടിലുണ്ട്. അധികവും ഇലക്കറികൾ ഉപയോഗിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ നല്ലതാണ്. കറി ഇല്ലാതെ ഇങ്ങനെ കഴിക്കുന്നതാണ് ഏറ്റവും നല്ലത്. ഇതാണ് നമ്മുടെ വെയിറ്റ് ലോസ് ഡ്രിങ്ക് എന്ന് പറയുന്നത്. മെലിയാൻ ആഗ്രഹമുള്ളവർ മാത്രം ഈ ഒരു വെള്ളം കുടിച്ചാൽ മതി. മുതിര വെന്ത വെള്ളമാണ് ഇത്. ഇളം ചൂടോടുകൂടി തന്നെ കുടിക്കണം. നമ്മൾ ചോറ് കഴിക്കുന്നതിന് തൊട്ട് മുൻപാണ് ഈ വെള്ളം കുടിക്കേണ്ടത്. മറന്നു
പോവരുത്. വെയിറ്റ് കുറയ്ക്കാൻ ആഗ്രഹിക്കുന്നവർ മാത്രം കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായി കാണുന്നു വിചാരിക്കുന്നു. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് മൈ ചാനൽ. ദിസ് ഇസ് ആതിര സൈനിങ് ഓഫ്. ടേക്ക് കെയർ ആൻഡ് ബൈ.